ഡാഡിയുടെ 60th ബർത്ത്ഡേ നമ്മൾ ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഇത് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു ഡാഡിക്ക്. ഒട്ടും പ്രതീക്ഷയില്ല. നമ്മളൊരു കുഞ്ഞ് കേക്ക് വാങ്ങിച്ചിട്ട് ഒരു കുഞ്ഞ് ക്യൂട്ട് സെലിബ്രേഷൻ ആണ്. ഒരാൾ മിസ്സിംഗ് ആണ്. ഗായത്രി ഇവിടെ ഇല്ല. പുള്ളിക്കാരി എക്സാം ആയിട്ട് ട്രിവാൻഡ്രത്താണ്. അതിന്റെ ഒരു കുറവുണ്ട്. പക്ഷെ കുഴപ്പമില്ല. വെർച്വലി അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഇത് ഗോൾഡിന്റെയും ഗായത്രിയുടെയും എന്റെയും വക ഒരു കൊച്ചു സർപ്രൈസ് ആണ് ഡാഡിക്ക്. ഇത് ഡാഡി ഒട്ടും പ്രതീക്ഷയില്ല. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഡാഡിക്ക് ഒരു ഐഫോൺ ഗിഫ്റ്റ് ചെയ്തു. ഭയങ്കര ഹാപ്പിയായി. ഞങ്ങൾക്ക് പുള്ളിയുടെ റിയാക്ഷൻ കണ്ടപ്പോഴും ഹാപ്പിയായി. ഈ സർപ്രൈസ് എന്തെങ്കിലും പൊട്ടിക്കാതെ തന്നെ ഞങ്ങൾക്ക് ഹിറ്റ് ആക്കാൻ പറ്റിയത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എന്നാലും ഡാഡി ഭയങ്കര ഹാപ്പിയായി. പക്ഷെ ഡാഡിയെക്കാട്ടിലും സർപ്രൈസ് ആയ വേറൊരാളാണ് അമ്മ. അമ്മ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ ഐഫോൺ ആണ് ഗിഫ്റ്റ് ചെയ്യുന്നതെന്ന്. കാരണം അമ്മയോട് ഞങ്ങൾ റിയൽമി ഫോണാന്നാണ് പറഞ്ഞ. ഫോൺ കണ്ടിട്ടും അമ്മയ്ക്ക് ഐഫോൺ ആണെന്ന് മനസ്സിലായില്ല. ഓപ്പൺ ചെയ്തപ്പോൾ റിയൽമി ആണെന്ന് വിചാരിച്ചിരിക്കുവാണ്. അപ്പൊ ശരിക്കും സർപ്രൈസ് ആയത് അമ്മയാണ്. അമ്മ എന്നിട്ട് ആ സങ്കടം പറയാണ്. അതെ, ഇത് നമ്മുടെ സംഘാടകയാണ്. വെർച്വലി അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുവാണ് ആള്. ഇനി നമുക്ക് അച്ഛന് ഗിഫ്റ്റ് ചെയ്ത സ്ഥിതിക്ക് അമ്മയ്ക്ക് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ ഞങ്ങൾ അമ്മയ്ക്കും കൊടുത്തു. ഇതേപോലെ തന്നെ ഒരു സർപ്രൈസ്. അത് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി പുള്ളിക്കാരിക്ക്. അങ്ങനെ അമ്മയ്ക്കും ഒരു ലാവൻഡർ കളർ നമ്മൾ ഐഫോൺ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്തായാലും ഒരു അടിപൊളി ദിവസമായിരുന്നു. ഇവർ രണ്ടുപേരുമാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റാർസ്.